നിങ്ങളിവിടെ കാണുന്നതാണ് മൈറ്റോകോൺട്രിയ. ഇത് എവിടെയാണ് ഉണ്ടാവുക? സപ്പോസ് ഇത് നമ്മുടെ സെല്ലാണെന്ന് വിചാരിക്കുക. ആ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. അതേപോലെ തന്നെ റൈബോസോം ഉണ്ടാവും, ഗോൾഗി കോംപ്ലക്സ് ഉണ്ടാവും. അതേപോലെ ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ഇതേപോലെ സെല്ലിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? ഈ മൈറ്റോകോൺട്രിയയുടെ പാർട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു മെംബ്രെയിനാണ് മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡാർക്ക് ഗ്രീൻ കളറിൽ ഇങ്ങനെ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ഇതാണ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ എന്ന് പറയും. ഇനി ഈ ഒരു ഔട്ടർ മെംബ്രെയിനിനും ഇന്നർ മെംബ്രെയിനിനും ഇടയിലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് ഇങ്ങനെ സ്പേസ് കാണുന്നില്ലേ, ഈ ലൈറ്റ് ഗ്രീൻ കളർ പാർട്ട്, ഇതാണ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. ഇനി ഈ ഒരു ഇന്നർ മെംബ്രെയിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന ഏരിയ, അതായത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ലൈൻ ഇങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിലെ ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ കവർ ചെയ്യുന്ന ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളേർഡ് ഏരിയ, അതാണ് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സ് എന്ന് പറയുന്നത്. മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ. ആ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ നിങ്ങൾ നോക്കിയാൽ മൈറ്റോകോൺട്രിയയുടെ DNA പ്രസൻ്റ് ആണ്, റൈബോസോംസ് പ്രസൻ്റ് ആണ്, ഗ്രാന്യൂൾസ് പ്രസൻ്റ് ആണ്. ഓക്കെ. ഇനി ഈ ഒരു മൈറ്റോകോൺട്രിയൽ മാട്രിക്സിൽ ഒരുപാട് H+ അയോൺസ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നിറയെ H+ അയോൺസ് ഈ ഒരു മാട്രിക്സിൽ പ്രസൻ്റ് ആണ്. അതായത് H+ അയോണിനെ നമ്മൾ പ്രോട്ടോൺസ് എന്ന് പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ATP പ്രൊഡക്ഷൻ മെയിനായിട്ട് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അതുകൊണ്ടാണ് അതിനെ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടും മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ്. ഇതിനെ നിങ്ങൾ നേരത്തെ ഫിഗറായിട്ട് കണക്ട് ചെയ്തേ. ഇതാണ് ഔട്ടർ മെംബ്രെയിൻ. രണ്ടിൽ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, രണ്ടിൽ ഇന്നർ മെംബ്രെയിൻ ഇതേപോലെ പ്രസൻ്റ് ആണ്. അതിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലുള്ള പോർഷനാണ് മാട്രിക്സ്. ക്ലിയർ ആണല്ലോ? ഈ മാട്രിക്സിൽ നിറയെ H+ അയോൺസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ മൈൻഡിലുള്ളത്. ഇനി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളൊരു മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ നോക്കിയാൽ, അതായത് ഇതാണ് ഇന്നർ മെംബ്രെയിൻ, അതിൽ ഒരുപാട് കോംപ്ലക്സസ് പ്രസൻ്റ് ആണ്. ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ആ മെംബ്രെയിനിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4, പിന്നെ ATP സിന്തേസ് എന്ന് പറയുന്ന ഒരു പോർഷൻ. ഇത് ഇന്നർ മെംബ്രെയിനിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ മെംബ്രെയിനിലാണ് ഇതിങ്ങനെ പ്രസൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇന്നർ മെംബ്രെയിനിൽ. ഇനി ഇവിടെ ഞാൻ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് ഇത്രയും കോംപ്ലക്സസ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4, 4 കോംപ്ലക്സ് ഉണ്ട്. പിന്നെ ഇവിടെ സ്കൈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ATP സിന്തേസ് എന്ന് പറഞ്ഞ ഈ ഒരു കോംപ്ലക്സ് ആണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ എന്താ നടക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് സെല്ലാർ റെസ്പിറേഷൻ. സെല്ലാർ റെസ്പിറേഷൻ്റെ അവസാനത്തെ സ്റ്റേജ് ആണിത്. വെർ എനർജി ഫ്രം ഇലക്ട്രോൺസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ATP. ഇലക്ട്രോൺസിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഇവിടെ ATP പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലാതെ സബ്സ്ട്രേറ്റ് എന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടല്ല. ഇറ്റ് ഓക്കേഴ്സ് ഇൻ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇവിടെ ADP ഫോസ്ഫേറ്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് ഇലക്ട്രോൺസിനുള്ള എനർജിയും കൂടെ ആഡ് ചെയ്തിട്ട് അത് ATP ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ കണ്ട കോംപ്ലക്സസിനെ എൻലാർജ് ചെയ്തിട്ട് വരച്ചതാണിത്. ഇത് കോംപ്ലക്സ് 1 ആണ്, ഇത് കോംപ്ലക്സ് 2 ആണ്, ഇത് കോംപ്ലക്സ് 3 ആണ്, ഇത് കോംപ്ലക്സ് 4 ആണ്, ഇത് ATP സിന്തേസ് ആണ്. ഇത്രയും നമ്മൾ നേരത്തെ കണ്ട്. ഇത് കൂടാതെ ഇവിടെ വേറെ 2 സ്ട്രക്ചർ വരുന്നുണ്ട്. Q എന്ന് പറയുന്നത് യൂബിക്വിനോൺ ആണ്, അതേപോലെ C എന്ന് പറയുന്നത് സൈറ്റോക്രോം C ആണ്. ഈ 2 ആൾക്കാരും ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ആണ്. അതായത് ഒരു കോംപ്ലക്സിൽ നിന്നും മറ്റൊരു കോംപ്ലക്സിലേക്ക് ഇലക്ട്രോണിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇന്നർ മെംബ്രെയിൻ ആണ്. ആ മെംബ്രെയിനിലാണ് ഈ കോംപ്ലക്സ് ഒക്കെ ഉള്ളത്. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സ്. ഇത് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. ഇതിന് പുറത്തായിട്ടാണ് ഔട്ടർ മെംബ്രെയിൻ ഇങ്ങനെ ഉള്ളത്. ഓക്കെ, ഔട്ടർ മെംബ്രെയിൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടില്ല. നേരത്തെ ഫിഗറായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇത്രയും പോർഷനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ത് നടക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. NADH ആൻഡ് FADH ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ് ടു ദ ETC. Electrons pass through a series of protein complexes. This flow of electrons releases energy. അതായത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ക്രെബ്സ് സൈക്കിൾ നടക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നതാണ് NADH-നെയും FADH2-നെയും. അതിലുള്ള NADH എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ 2 ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 1 കൊടുത്തിട്ട് അത് NAD+ ആയിട്ട് മാറും. എന്നിട്ട് ആ 2 ഇലക്ട്രോൺസ് ഈ ഒരു യൂബിക്വിനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരിയറിൻ്റെ ഹെൽപ്പിൽ കോംപ്ലക്സ് 3 എത്തും. കോംപ്ലക്സ് 2 തൊടുന്നില്ല. ഈ ഒരു NADH-ൻ്റെ ഇലക്ട്രോൺ കോംപ്ലക്സ് 1 കൊടുത്തു,
എന്നിട്ട് NAD+ ആയിട്ട് മാറി ആ ഇലക്ട്രോൺസ് യൂബിക്വിനോൺ എന്ന കാരിയറിലൂടെ കോംപ്ലക്സ് 3ലേക്ക് എത്തും. കോംപ്ലക്സ് 2 ആയിട്ട് കോണ്ടാക്ട് വരുന്നില്ല. അങ്ങനെ കോംപ്ലക്സ് 3യിൽ നിന്നും ആ ഇലക്ട്രോൺസ് സൈറ്റോക്രോം C എന്ന് പറയുന്ന കാരിയറിന്റെ ഹെൽപ്പിൽ കോംപ്ലക്സ് 4ൽ എത്തും. ആ ഒരു കോംപ്ലക്സ് 4ൽ നിന്നും അത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്ക് വരും. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് NADHൽ നിന്നും മൂവ് ചെയ്യുന്നത്. ക്രെബ് സൈക്കിളിൽ ഫോം ചെയ്ത FADH2 ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്, അതിന്റെ 2 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് കോംപ്ലക്സ് 2നാണ്. എന്നിട്ട് അത് FAD+ ആയിട്ട് മാറും. അപ്പോൾ അവിടെ കോംപ്ലക്സ് 2ന് ഇലക്ട്രോൺ കൊടുത്ത ആ ഒരു ഇലക്ട്രോൺസ് ഈ ഒരു യൂബിക്വിനോൺ വഴി കോംപ്ലക്സ് 3ൽ എത്തും. എന്നിട്ട് കോംപ്ലക്സ് 3യിൽ നിന്ന് സൈറ്റോക്രോം C വഴി കോംപ്ലക്സ് 4ലേക്ക് എത്തും. ആ ഒരു കോംപ്ലക്സ് 4ൽ നിന്നും മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്ക് തന്നെ എത്തും. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പം അവിടെ എനർജിയെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ് ചെയ്യുന്ന എനർജിയുടെ ഹെൽപ്പിൽ ഇവിടെയുള്ള കോംപ്ലക്സസ് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലുള്ള പ്രോട്ടോണിനെ അഥവാ H+ അയോണിനെ മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി കിട്ടുന്നത് ഈ ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ പമ്പിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. NADH NAD+ ആയിട്ട് മാറി അതിന്റെ 2 ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 1ന് കൊടുത്തു. കോംപ്ലക്സ് 1ന് അപ്പോൾ 4 H+നെ മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഈ ഒരു യൂബിക്വിനോണിലൂടെ കോംപ്ലക്സ് 3ലെത്തും. അപ്പോൾ കോംപ്ലക്സ് 3ക്കും മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് 4 പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് സൈറ്റോക്രോം C വഴി കോംപ്ലക്സ് 4ൽ എത്തും. അങ്ങനെ കോംപ്ലക്സ് 4ൽ എത്തുമ്പോൾ കോംപ്ലക്സ് 4ന് 2 പ്രോട്ടോൺസിനെയാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു NADHൽ നിന്നും ടോട്ടൽ എത്ര പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ പറ്റി? 4+4+2 വിച്ച് ഈസ് ഈക്വൽ ടു 10. ഒരു NADHൽ നിന്നും 2 ഇലക്ട്രോൺസ് ഇതേപോലെ ഈ കോംപ്ലക്സസിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും 10 പ്രോട്ടോൺസിനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ടാവും. FADH2ന്റെ കേസിലോ അത് 2 ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 2ന് കൊടുത്തിട്ട് FAD+ ആയിട്ട് മാറും. പക്ഷേ ഈ ഒരു കോംപ്ലക്സ് 2ന് പ്രോട്ടോണിനെ പമ്പ് ചെയ്യാനുള്ള കഴിവില്ല. അതിന് പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ആ ഇലക്ട്രോൺസ് യൂബിക്വിനോൺ വഴി കോംപ്ലക്സ് 3ൽ എത്തുന്നു. അപ്പോൾ കോംപ്ലക്സ് 3ക്ക് 4 പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ പറ്റും മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക്. എന്നിട്ട് സൈറ്റോക്രോം C വഴി കോംപ്ലക്സ് 4ലെത്തും. അപ്പോൾ അവിടെ 2 പ്രോട്ടോണിനെ പമ്പ് ചെയ്യും. എന്നിട്ട് തിരിച്ചത് മാട്രിക്സിലേക്ക് ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഇവിടെ FADH2ന്ന് എത്ര പ്രോട്ടോൺ പമ്പ് ചെയ്യപ്പെട്ടു? 4+2. ടോട്ടൽ 6 പ്രോട്ടോൺസ് പമ്പ് ചെയ്യപ്പെട്ടു. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രോൺസ് തിരിച്ച് ഈ ഒരു മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വരുന്നത്? കാരണം അവിടെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആള് പ്രസന്റ്. അത് മറ്റാരുമല്ല, നമ്മൾ റെസ്പിറേഷൻ വഴി എടുക്കുന്ന ഓക്സിജനാണ് ഈ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മാട്രിക്സിൽ ഓൾറെഡി അവിടെ H+ അയോൺസ് ഉണ്ടാവുമല്ലോ, അതുമായിട്ട് കൂടിച്ചേർന്നിട്ട് വാട്ടറായിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അവിടെ ഓക്സിജനാണ് ഈ ഒരു ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ ഡ്രിവൺ ചെയ്യുന്നത്. അതായത് അവിടെ ഓക്സിജൻ പ്രസന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺസിനെ കാത്ത് അവിടെ ഓക്സിജൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോൺസ് അതിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇത്രയും പാർട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഉള്ളത്. ക്രെബ് സൈക്കിൾ ഫോം ചെയ്തിട്ടുള്ള NADHും FADH2ഉം ഇതേപോലെ തന്നെ ഇലക്ട്രോൺസിനെ കൊടുത്ത് ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ പ്രോട്ടോൺസ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മാട്രിക്സിലുള്ള പ്രോട്ടോണിന്റെ അളവ് കുറഞ്ഞിട്ട് ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിറയെ പ്രോട്ടോൺസ് ആവും. ഓക്കെ, നിറയെ പ്രോട്ടോൺസ് നിറയെ ഇവിടെ. എന്നാൽ മാട്രിക്സിൽ പ്രോട്ടോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഫുൾ അവിടേക്ക് പമ്പ് ചെയ്ത് വിട്ടല്ലോ. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അതിനെ തിരിച്ച് വീണ്ടും മാട്രിക്സിലേക്ക് കൊണ്ടുവരണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉള്ള കോംപ്ലക്സ് ആണ് ATP സിന്തേസ് എന്ന് പറയുന്നത്. ഇതിന് ATP സിന്തറ്റേസ് എന്നും പറയും, അല്ലെങ്കിൽ F0F1 പാർട്ടിക്കിൾ എന്നും പറയും. അത് ഏത് പ്രോസസ് വഴി നടത്തുന്ന? കെമിയോ ഓസ്മോസിസ് വഴി. കെമിയോ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺസ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ATP സിന്തേസ് പറയുന്ന കോംപ്ലക്സ്, എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉള്ള ആ ഒരു കോംപ്ലക്സ് പ്രോട്ടോൺസിനെ തിരിച്ച് പമ്പ് ചെയ്യും, മാട്രിക്സിലേക്ക് തന്നെ പമ്പ് ചെയ്യും. അങ്ങനെ പ്രോട്ടോൺസിനെ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ATP സിന്തേസ് ATP ഉണ്ടാക്കുന്നത്. അപ്പം 4 പ്രോട്ടോണിനെ തിരിച്ച് പമ്പ് ചെയ്യുമ്പോഴാണ് ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഈ ഒരു ATP സിന്തേസിന്റെ ഹെഡ് പോർഷൻ റൊട്ടേഷൻ ഒക്കെ നടക്കും. അതായത് ആക്ച്വലി അവിടെ ATP ഫോം ചെയ്യാൻ 3 പ്രോട്ടോണേ ആവശ്യമുള്ളൂ, 3 H+ അയോൺസ് ആവശ്യമുള്ള. പക്ഷേ ഒരു H+ അയോൺ അത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ADPയെയും അതേപോലെ ഫോസ്ഫേറ്റിനെയും ഈ ഒരു മാട്രിക്സിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ അതവിടെ കൊണ്ടുവന്നാൽ മാത്രമല്ല അതിനെ ATP ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എത്രയാണെന്ന് വെച്ചാൽ 4 H+ വേണം ഒരു ATP ഉണ്ടാവാൻ എന്ന് പറയും. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ 4 കോംപ്ലക്സസിനും പേരുകളുണ്ട്.
കോംപ്ലക്സ് 1ൻ്റെ പേരാണ് NADH ഡീഹൈഡ്രോജനേസ്. കോംപ്ലക്സ് 2ൻ്റെ പേരാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. കോംപ്ലക്സ് 3ൻ്റെ പേരാണ് സൈറ്റോക്രോം BC1. കോംപ്ലക്സ് 4ൻ്റെ പേരാണ് സൈറ്റോക്രോം C ഓക്സിഡേസ് എന്ന് പറയുന്നത്. ഇതിലുള്ള കോംപ്ലക്സ് 1 NADHൽ നിന്നാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. കോംപ്ലക്സ് 2 ആണെങ്കിൽ FADH2ൽ നിന്നാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. കോംപ്ലക്സ് 3യും കോംപ്ലക്സ് 4ഉം NADHൽ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നുണ്ട്, FADH2ൽ നിന്ന് വരുന്ന ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നുണ്ട്. ഇനി ഇതെത്ര പ്രോട്ടോണിനെ പമ്പ് ചെയ്യും? കോംപ്ലക്സ് 1 ആണെങ്കിൽ അതിന് 4 പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ കഴിയും. കോംപ്ലക്സ് 2ന് പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ കഴിയില്ല, 0. കോംപ്ലക്സ് 3 ആണെങ്കിൽ അതിനും 4 പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ കഴിയും, അതിലൂടെ 2 ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പോകുമ്പോൾ. കോംപ്ലക്സ് 4 ആണെങ്കിൽ അതിന് 2 പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ 4 കോംപ്ലക്സിനെ കുറിച്ചും കണ്ടു. ഇനി ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ടുള്ള NADH ആണ് FADH2. NADH അതിൻ്റെ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് കോംപ്ലക്സ് 1ന്. എന്നിട്ട് ആ ഒരു ഇലക്ട്രോണ് കോംപ്ലക്സ് 3ലേക്ക് എത്തും, എന്നിട്ട് അത് കോംപ്ലക്സ് 4ലേക്ക് എത്തും. അപ്പോൾ കോംപ്ലക്സ് 1ന് 4 പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ പറ്റും, അപ്പം 4. ഇനി കോംപ്ലക്സ് 3ക്കും 4 പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ പറ്റും, അപ്പം 4. പിന്നെ കോംപ്ലക്സ് 4ന് 2 പ്രോട്ടോണിനെ പമ്പ് ചെയ്യാൻ പറ്റും, അപ്പോൾ 2. ടോട്ടൽ 10 പ്രോട്ടോൺസ്. ഇനി FADH2 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് 2ന് കൊടുക്കും, അവിടെ പമ്പിംഗ് ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ആ ഇലക്ട്രോൺസ് കോംപ്ലക്സ് 3ലെത്തും, അപ്പോൾ 4 പ്രോട്ടോണ് പമ്പ് ചെയ്തു. അപ്പോൾ കോംപ്ലക്സ് 2ൽ 0 ആണ്, കോംപ്ലക്സ് 3ൽ 4 ആണ്. പിന്നെ കോംപ്ലക്സ് 4ലെത്തുമ്പോൾ അതും 2 പ്രോട്ടോണിനെ പമ്പ് ചെയ്യും, അപ്പം വീണ്ടും 2. അപ്പോൾ ടോട്ടൽ 4 + 2 + 0 6 വരും. ഇനി ഇവിടെ വേറെ 2 സ്ട്രക്ചേഴ്സാണ് ക്യാരിയേഴ്സ് ആയിട്ട്. ഇതാണ് യൂബിക്വിനോൺ അല്ലെങ്കിൽ കോ എൻസൈം Q എന്ന് പറയുന്ന സ്ട്രക്ചർ, ഈ Q എന്ന് കൊടുത്തത്. അത് ഈ ഒരു കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 3ലേക്ക് ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്ത് പോകും. അതേപോലെ കോംപ്ലക്സ് 2ൽ നിന്നും കോംപ്ലക്സ് 3ലേക്ക് ഇലക്ട്രോണിനെ ക്യാരി ചെയ്ത് പോകും. ഇനി അടുത്ത ക്യാരിയറാണ് സൈറ്റോക്രോം C. അത് കോംപ്ലക്സ് 3ൽ നിന്നും കോംപ്ലക്സ് 4ലേക്ക് ഇലക്ട്രോണിനെ ക്യാരി ചെയ്ത് പോകും. ഇനി നമുക്ക് ഒരു ATP ഉണ്ടാവാൻ എത്ര പ്രോട്ടോൺ ആവശ്യമുണ്ടെന്നാണ് നോക്കുന്നത്. ATP സിന്തേസ് റിക്വയർസ് 4H+ അയോൺസ് ടു മേക്ക് 1 ATP. നമ്മൾ നേരത്തെ കണ്ടു 4H+ അയോൺ ഈ ഒരു ATP സിന്തേസിലൂടെ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ നിന്നും മാട്രിക്സിലേക്ക് എത്തുമ്പോഴാണ് ഒരു ATP ഉണ്ടാവുന്നത്. അതിൽ 3H+ അയോൺസിനെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ATP സിന്തേസിൻ്റെ ഈ ഒരു റീജിയനിൽ റൊട്ടേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൊട്ടേഷൻ നടക്കുമ്പോഴാണ് ATP ഉണ്ടാവുന്നത്. ഒരു H+നെ യൂസ് ചെയ്യുന്നത് ADPയെയും ഫോസ്ഫേറ്റിനെയും, ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും ADPയെയും ഈ ഒരു മാട്രിക്സിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് റൊട്ടേഷൻ നടക്കുമ്പോൾ ആ ADPയും PAയും കൂടി ചേർന്നിട്ടാണ് ATP ആയിട്ട് മാറുന്നത്. അപ്പോൾ ടോട്ടൽ ഈൽഡ് എത്രയാണ്? നമ്മൾ കണ്ടു NADH കാരണം അവിടെ 10 പ്രോട്ടോണിനെ പമ്പ് ചെയ്യുന്നുണ്ട്, ഒരു NADH കാരണം. ഒരു FADH2 കാരണം അവിടെ 6 പ്രോട്ടോണിനെ പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു ATP ഉണ്ടാക്കാൻ 4 പ്രോട്ടോണിനെ തിരിച്ചു വേണ്ട. അപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യുക, 2 NADH ആണെങ്കിൽ അവിടെ 20 പ്രോട്ടോണിനെ പമ്പ് ചെയ്യും. അപ്പം 20/4 എത്രയാണ്? =5. അപ്പോൾ 2 NADHൽ നിന്നും 5 ATP ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് പറയുമ്പോൾ ഒരു NADHൽ നിന്നും 2.5 ATP. 2.5 എന്ന് പറഞ്ഞാൽ ഒരു ATP പകുതിയെ മുറിക്കുമെന്നല്ല, മറിച്ച് ഒരു NADHൽ നിന്നും പമ്പ് ചെയ്യുന്നത് 10 പ്രോട്ടോണിനെയാണ്. അതിൽ ഫസ്റ്റ് 4 പ്രോട്ടോൺ തിരിച്ചു വരുമ്പോൾ ഒരു ATP ഉണ്ടാവും, അടുത്ത 4 തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ATP ഉണ്ടാവും, പിന്നെ 2 പ്രോട്ടോൺ ബാക്കിയുണ്ട്, അതിൻ്റെ കൂടെ വേറെ 2 പ്രോട്ടോൺ കൂടെ വരണം. അങ്ങനെയാണെങ്കിൽ വീണ്ടും മൂന്നാമത്തെ 4 വന്നിട്ട് അടുത്തത് വരുള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമ്മൾ ആവറേജ് പറയുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ 1H+നെ കൺസിഡർ ചെയ്യില്ല. അതായത് ADPനെയും ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും മാട്രിക്സ് കൊണ്ടുവരാൻ യൂസ് ചെയ്യേണ്ട H+നെ കൺസിഡർ ചെയ്യില്ല, മറിച്ച് ഈ 3H+ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. 3H+ തിരിച്ച് പമ്പ് ചെയ്താൽ തന്നെ ഒരു ATP ഉണ്ടാവുന്നതാണ് കൊടുത്തത്. അങ്ങനെയാണ് NADHൽ നിന്നും 3 ATP ഉണ്ടാവും എന്ന് പറയുന്നത്, അതായത് 10/3 which is equal to greater than 3 അല്ലേ. പിന്നെ FADH2 ആണെങ്കിൽ 6/3, അപ്പോൾ അത് 2 വരും. പക്ഷേ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ആണ്. അതായത് ഒരു NADHൽ നിന്ന് 2.5 ATP, ഒരു FADH2 നിന്ന് 1.5 ATP. ചില ബുക്കിൽ NADHൽ നിന്ന് 3 ATP എന്നും FADH2വിൽ നിന്ന് 2 ATP എന്നും കാണാം. നിങ്ങൾ ഏത് ചെയ്താലും കുഴപ്പമില്ല, ബട്ട് ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം.